നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. UAE-യിൽ 1973 പേർക്ക് കഴിഞ്ഞ ദിവസം കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1744 പേർ രോഗമുക്തരായപ്പോൾ 2 കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 2,02,068 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 5,06,845 പേർക്കാണ് രാജ്യത്ത് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 4,88,664 പേരും ഇതിനോടകം രോഗമുക്തരായി. 1,567 മരണങ്ങളാണ് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ 16,614 കോവിഡ് രോഗികൾ രാജ്യത്തുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. സൗദി അറേബ്യയിൽ കോവിഡ് ചികിത്സയിലുള്ളവരിൽ രോഗമുക്തരാകുന്നവരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം പുതുതായി 1098 പേർക്ക് കോവിഡ് ബാധിച്ചപ്പോൾ രോഗമുക്തരായവരുടെ എണ്ണം 1205 ആണ്. ഇതോടെ രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം 4,10,191, ആകെ രോഗമുക്തരുടെ എണ്ണം 3,93,653 ചികിത്സയിലുണ്ടായിരുന്നവരിൽ 9 പേർ കൂടി മരിച്ചു. ഇതോടെ രാജ്യത്ത് ആകെ മരണസംഖ്യ 6,888 വിവിധ ആശുപത്രികളിലും മറ്റുമായി 9,660 പേർ ചികിത്സയിലുണ്ട്. ഇവരിൽ 1,205 പേരുടെ നില ഗുരുതരമാണ്. ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96%, മരണനിരക്ക് 1.68%. കോവിഡ് ബാധിച്ച് രോഗമുക്തി നേടിയവർക്കും കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിക്കാമെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് മുക്തി നേടിയവർക്ക് 3 മാസത്തേക്ക് കോവിഡ് പ്രതിരോധ ശേഷി ഉണ്ടാകുമെന്നാണ് ആരോഗ്യ മേഖലയിലെ വിലയിരുത്തൽ. ചുരുങ്ങിയത് ഇത്രയും കാലമെങ്കിലും വൈറസിനെ പ്രതിരോധിക്കുന്ന ആന്റിബോഡി ശരീരത്തിൽ ഉണ്ടാകും. എന്നിരുന്നാലും ഈ കാലാവധി കഴിയുന്നതുവരെ വാക്സിൻ എടുക്കാൻ കാത്തിരിക്കണമെന്നില്ല. ദുബായ്ക്ക് പിന്നാലെ അബുദാബിയിലേക്കും പുതിയ യാത്രാ നിയന്ത്രണം. ഇന്ത്യയിൽ നിന്ന് അബുദാബിയിലേക്ക് വരുന്ന യാത്രക്കാർക്ക് ഇന്നു മുതൽ 48 മണിക്കൂറിനുള്ളിലെ PCR പരിശോധനാ ഫലം നിർബന്ധമാക്കി. ദുബായിലേക്ക് വരുന്ന യാത്രക്കാർക്ക് സമാനമായ നിയന്ത്രണം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അബുദാബി വഴിയുള്ള ട്രാൻസിറ്റ് യാത്രക്കാർ, 12 വയസ്സിന് താഴെയുള്ളവർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഇത് ബാധകമല്ല. അബുദാബിയുടെ ഇത്തിഹാദ് എയർവേസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തു നിന്നുള്ള എല്ലാ വിമാനങ്ങൾക്കും വിലക്കേർപ്പെടുത്തി കുവൈറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള എല്ലാ വിമാനങ്ങൾക്കും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിലക്ക് തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ത്യ ഉൾപ്പെടെ 34 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുവൈറ്റിലേക്ക് യാത്ര വിലക്കുണ്ടായിരുന്നുവെങ്കിലും ആരോഗ്യ പ്രവർത്തകർ, ഗാർഹിക തൊഴിലാളികൾ, നയതന്ത്ര ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. വന്ദേ ഭാരത് വിമാനങ്ങളുടെ മടക്കയാത്രയിൽ ഇവർക്ക് കുവൈറ്റിലേക്ക് വരാൻ സാധിച്ചിരുന്നു. എന്നാൽ പുതിയ തീരുമാനത്തോടെ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ യാത്രക്കാർക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. അബുദാബിയിൽ നിന്ന് നാളെ, അതായത് ഏപ്രിൽ 25 പുലർച്ചെ 2:10 കോഴിക്കോട് വഴി തിരുവനന്തപുരത്തേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്ന് രാത്രി പുറപ്പെടും. രാത്രി 11:30 പുറപ്പെടുകയെന്ന് അധികൃതർ അറിയിച്ചു. യാത്ര 8:30 മുമ്പായി അബുദാബി വിമാനത്താവളത്തിലെ ടെർമിനൽ 2-ലെത്തി ചെക്ക് ഇൻ ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി പ്രവാസി ഖത്തറിൽ മരിച്ചു. കോഴിക്കോട് നാദാപുരം വാണിമേൽ തെരുവൻപറമ്പ് സ്വദേശി ജമാലാണ് മരിച്ചത്. ലിമോസിൻ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് മരണം ഉണ്ടായത്. ഭാര്യയും 4 മക്കളുമുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ഖത്തറിൽ തന്നെ ഖബറടക്കം ചെയ്യും. ഇന്ത്യയിലെ ഖത്തർ വിസ സെന്ററുകളിൽ ഏപ്രിൽ 25 മുതൽ വിസ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഗാർഹിക തൊഴിലാളികൾക്കുള്ള ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. ഗാർഹിക തൊഴിലാളികളുടെ നിലവാരത്തിലുള്ള മറ്റ് ചില വിഭാഗങ്ങളിലേക്കുള്ള അപേക്ഷകളും സ്വീകരിക്കുന്നുണ്ട്. ഖത്തർ വിസ സെന്റർ വെബ്സൈറ്റായ www.qatarvisacenter.com/home വഴിയാണ് അപേക്ഷ അയക്കേണ്ടത്. കേരളത്തിൽ കൊച്ചിയിലാണ് ഖത്തർ വിസ സെന്റർ പ്രവർത്തിക്കുന്നത്. മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ലക്നൌ, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളാണ് ഇന്ത്യയിലെ മറ്റ് ഖത്തർ വിസ സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്ന യാത്രക്കാർക്ക് ഏപ്രിൽ 27 മുതൽ കോവിഡ് നെഗറ്റീവ് PCR സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ രോഗികളുടെ എണ്ണം കുതിച്ചുയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ പരിശോധനയുടെ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടതെന്ന് കോവിഡ് പ്രതിരോധത്തിനുള്ള നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് വ്യക്തമാക്കി. സർട്ടിഫിക്കറ്റിൽ QR കോഡും ഉണ്ടായിരിക്കണം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്നവർക്കും നെഗറ്റീവ് PCR സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്.
ഇന്ത്യ ഉൾപ്പെടെ 3 രാജ്യങ്ങളിൽ നിന്ന് ഒമാനിലേക്കുള്ള യാത്രാവിലക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് സംബന്ധിച്ച് വിമാന കമ്പനികൾക്ക് സിവിൽ ഏവിയേഷൻ അതോറിറ്റി സർക്കുലർ പുറപ്പെടുവിച്ചു. ഒമാൻ സമയം വൈകിട്ട് 6 മുതൽ പ്രവേശന വിലക്ക് നിലവിൽ വരും. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 14 ദിവസത്തിനിടെ ഈ രാജ്യങ്ങളിൽ സഞ്ചരിച്ചവർക്കും വിലക്കുണ്ട്. അതേസമയം ഒമാൻ സ്വദേശികൾ, നയതന്ത്ര ഉദ്യോഗസ്ഥർ, ആരോഗ്യ മേഖലയിലെ ജീവനക്കാർ, അവരുടെ കുടുംബങ്ങൾ എന്നിവരെ വിലക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.